വരൂ, കോഫി കുടിച്ചിട്ട് പോവാം. കുഴപ്പമില്ല ആൻറ്റി. ആ പിന്നെ നാളെ ഞാൻ കോളേജിന്റെ അവിടെ വെയിറ്റ് ചെയ്യും. നിനക്ക് ഒരു സർപ്രൈസും കൂടെ ഉണ്ട്, മറക്കാതെ വരണം കേട്ടോ. എന്തോന്നാ? ഇപ്പോഴേ പറഞ്ഞ പിന്നെ അതെങ്ങനെ സർപ്രൈസ് ആവുന്നേ? നാളെ നമ്മൾ കാണുമ്പോൾ ഞാൻ പറയാം. ഓക്കെ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ബൈ. അഞ്ജു, ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ. രാത്രി ഫോൺ ചെയ്യണേ. ഡൺ. ബൈ. ബൈ. അവള് വന്നല്ലോ. എന്താ എത്ര ലേറ്റ് ആയത്? അച്ഛൻ വന്നിട്ട് എത്ര നേരമായെന്നറിയോ? സോറി ആന്റി, സോറി. അച്ഛാ, ഹായ്. സുഖമല്ലേ മോളെ? എനിക്ക് സുഖമാണ് മുത്തശ്ശ. മുത്തശ്ശനോ? ഒന്നുമില്ല മോളെ. ഇന്ന് നമ്മുടെ സാറ് വീട്ടിലേക്ക് വന്നു. അദ്ദേഹം എൻ്റെ മോനൊരു പെണ്ണിനെ നോക്കുകയാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഇല്ലെങ്കിൽ നിന്റെ മോളെ എൻ്റെ മരുമോളായിട്ട് തന്നൂടെ എന്ന് ചോദിച്ചു. ഇന്ന് നല്ല ദിവസമാണെന്നും പറഞ്ഞു. അതുകൊണ്ട് കല്യാണ നിശ്ചയം അങ്ങ് നടത്തി. അഞ്ജലി, ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ മോളുടെ കല്യാണമാണ്. മുത്തശ്ശ, ഞാൻ വളരെ വളരെ സന്തോഷത്തിലാണ് മുത്തശ്ശ. എനിക്ക് അവളെ വലിയ ഇഷ്ടമാണ് മുത്തശ്ശ. ഇത്രയും ദിവസമായിട്ട് ഞാൻ ആരാണെന്ന് അവൾക്ക് അറിയില്ല. നാളെ പറയാൻ പോവാ മുത്തശ്ശ. സന്തോഷിക്കുവോ പരിഭ്രമിക്കുവോ ഷോക്കാവോ ഇതെല്ലാം മറച്ചു വെച്ചതിന് അവൾ എന്നോട് ദേഷ്യപ്പെടുവോ ഒന്നും അറിയില്ല മുത്തശ്ശ. ഹായ് ആന്റി. എന്താ അശോക്? ആന്റി, അഞ്ജലി അവളുടെ അച്ഛന്റെ കൂടെ അമ്പലത്തിൽ പോയിരിക്കുക. അവളിപ്പോ വരും, കേറി വാ. ശരി. അശോക് എന്തെങ്കിലും കഴിക്കുന്നോ? ഇല്ല ആന്റി, ഞാൻ കഴിച്ചതാ. ശരി, അപ്പൊ ഞാൻ കോഫി കൊണ്ടുവരാം. ചേട്ടാ, ഇതാരാണെന്ന് മനസ്സിലായോ? അഞ്ജലി അന്ന് യാത്ര പോയപ്പോ ആക്സിഡന്റ് ആയില്ലേ? അന്നൊരു പയ്യൻ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ? ആ ആളാ ഇത്. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കും, ഞാൻ കോഫി കൊണ്ടുവരാം. ഓക്കെ ആന്റി. ഹായ് സർ, ഐ എം അശോക്. ഇരിക്കെ. തനിക്ക് എന്താ ജോലി? സർ, അച്ഛൻ്റെ ബിസിനസ് നോക്കി നടത്തുക. നിന്നോടല്പം പേഴ്സണലായി സംസാരിക്കണം. വരൂ വരൂ. ഹായ് അഞ്ജു. സൂപ്പർ ആയിട്ടുണ്ടല്ലോ, നല്ല രസമുണ്ട്. എപ്പോ എത്തി? പാർട്ട്ണർ,
ഹായ് പാർട്ണർ. ഹായ് പാർട്ണർ. മൂത്ത മോന്റെ കല്യാണത്തിന് വന്നില്ല, ഇളയവന്റെതിനെങ്കിലും വന്നല്ലോ, അത് തന്നെ സന്തോഷം. വന്നില്ലെങ്കിൽ നീ വെറുതെ വിടുവോ? നിന്റെ മകന്റെ കല്യാണം വരെ നീ അത് പറഞ്ഞോണ്ടിരിക്കും. നിന്നെ പറ്റി എനിക്ക് അറിഞ്ഞൂടെ? ബൈ ദ വേ, ഇവനാ എന്റെ മൂത്ത മോൻ, ദാ ഹേമന്ത്. ഓ നൈസ് മാൻ, നൈസ്. ഫോറിൻ റിട്ടേണാ? ഇവൻ തന്നെ. കാണാൻ ഹീറോ പോലെ ഉണ്ട്. ഗുഡ് ഗുഡ്. വാ. അതൊക്കെ പോട്ടെ, നീ ഭയങ്കര ചെറുപ്പമായി പോയല്ലോ. ഒരു കല്യാണം കൂടെ ഒക്കെ ആവാ. ഇത് കഴിയട്ടെ, ഒന്നല്ല രണ്ടെണ്ണം കഴിച്ചേക്കാം. ശരത്, ഇവനാ എന്റെ ഇളയമോൻ, കല്യാണം ചെക്കൻ. നമസ്കാരം. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ചെറുപ്പത്തിൽ നിനക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഇതാ ഇപ്പോ വെഡിങ് ഗിഫ്റ്റ്. താങ്ക് യു. വിഷ് എ ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സോ എന്റെ മച്ച്. മരുമോളെ കാണിച്ചു തരാം. ഹായ്. ഇവളാടോ എന്റെ വീടിന്റെ മഹാലക്ഷ്മി. അഞ്ജലി. അഞ്ജലി, നിന്നെ അങ്കിള് വിളിക്കുന്നുണ്ട്. ഓക്കെ, വാ മോളെ. ഇവൻ എന്റെ ഫ്രണ്ടാ, അപ്പാജി നമ്പ്യാർ. നമസ്തേ. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു അങ്കിൾ. ഞാൻ അകത്തേക്ക് ശരി മോളെ. വരട്ടെ. നിന്റെ ബന്ധുവിടെ? നമസ്കാരം സർ, ഞാൻ അപ്പാജി നമ്പ്യാർ. നമസ്കാരം സാർ. താങ്കളുടെ ബന്ധുവിന്റെ സുഹൃത്താ. താങ്കളുടെ കൂടെ എനിക്കൊരു 5 മിനിറ്റ് പേഴ്സണലായിട്ട് സംസാരിക്കണം. ആയിക്കോട്ടെ, ഒരു മിനിറ്റ് വരണം സാർ. ബാംഗ്ലൂരിൽ എന്നെ അറിയാത്തവരായിട്ട് ആരുമില്ല സർ. എൻ്റെ അനുജനെന്ന് വെച്ചാൽ എനിക്ക് പ്രാണനാണ് സർ. അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. കുറച്ച് നാൾ മുമ്പ് എൻ്റെ അനുജനെ ഒരു പയ്യൻ തല്ലിച്ചതച്ചു. 5 മാസമാണ് സാർ അവൻ കോമയിൽ കഴിഞ്ഞത്. 5 മാസം. എൻ്റെ അനിയനെ ആ അവസ്ഥയിലാക്കിയവനെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഒരുപാട് പരിശ്രമിച്ചു, പക്ഷെ ഫലമുണ്ടായില്ല. പക്ഷെ ഒരു ദിവസം ഞങ്ങൾക്ക് അവനെ അണ്ണാ അവിടെ വച്ച് തന്നെ അവനെ കൊല്ലാൻ തീരുമാനിച്ചു. അശോക്. ഇന്നലെ രാത്രി എന്താ ഫോൺ എടുക്കാത്തെ? അശോക്, അച്ഛൻ വന്നിരുന്നു. കല്യാണമാണെന്ന് വാക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. പയ്യന്റെ പേര് ശരത് എന്നല്ലേ? നിന്റെ അച്ഛൻ്റെ ഓണറുടെ മകനാ, സയന്റിസ്റ്റ്. കല്യാണം കഴിഞ്ഞാൽ അബ്രോഡ് പോവും. സോ ഉടനെ നിന്റെ കല്യാണം നടത്തുക. അതൊക്കെ പോട്ടെ, നീ എന്താ ആദ്യമേ ഇതൊന്നും പറയാത്തത്? നിന്റെ ലൈഫിൽ നീ വേറൊരാളുമായിട്ട് സ്നേഹത്തിലാണെന്ന്. ഞാൻ പ്രോമിസ് ചെയ്യാം അശോക്, ലൈഫിൽ നിന്നെ അല്ലാതെ വേറെ ആരെയും ഞാൻ പ്രേമിച്ചിട്ടില്ല. ഓക്കെ വിട്, അതിനെന്തിനാ മുഖം ഇങ്ങനെ വെച്ചിരിക്കുന്നേ? ശരി, ഇപ്പൊ എന്ത് ചെയ്യാനാ വിചാരിക്കുന്നത്? നീ അവനെ കല്യാണം കഴിക്കാൻ പോവാണോ അതോ എന്നെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്? ഓടിപ്പോയി കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ റെഡിയാ. നീ ഏത് അമ്പലം പറയുന്നോ അവിടെ പോയി താലി കെട്ടാം.